എബിച്ച എന്താ താമസിച്ചത്? ഭദ്രയെ കണ്ട് പെട്ടെന്ന് തന്നെ എബിൻ വീട്ടിലേക്ക് പോന്നിരുന്നു. എത്രയും വേഗം ഏഞ്ചലിനോട് അവളെ കണ്ടതും അവിടെ വെച്ച് നടന്നതുമൊക്കെ പറയാൻ അവനുള്ള മെമ്പി. അതുകൊണ്ട് തന്നെ അധിക നേരം നിൽക്കാനെ അവൻ അവൾക്കടുത്തേക്ക് പോന്നിരുന്നു. ഭദ്ര തിരികെ മടങ്ങുന്നത് കണ്ടിട്ടാണ് അവൻ പോന്നത്. നടന്ന സത്യങ്ങളൊക്കെ ഏഞ്ചലിനോട് പറയാതെ ഇനി തനിക്കൊരു സമാധാനമില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അവളോട് എത്ര നാളായി പറയുന്നു ഭദ്രയെ കാണണം, അവളോട് അന്ന് നടന്നതൊക്കെ പറയണമെന്ന്. ഇന്നതിന് സാധിച്ചു. ചെറുതായി വീർത്തുന്തിയ വയറും താങ്ങി തനിക്കടുത്തേക്ക് പതിയെ നടന്നു വരുന്നവളെ ഒരു നിമിഷം അവൻ നോക്കി നിന്നു. അവളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. എങ്കിലും പഴയ പോലെ മുഖത്ത് സങ്കടമില്ല. ജീവിതം മെച്ചപ്പെട്ടു വന്നതിൻ്റെ തെളിച്ചമാണ് അവളുടെ മുഖത്തിപ്പോൾ ഉള്ളത്. സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ഇപ്പോൾ തനിക്ക് മുന്നിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ജീവിച്ചു തുടങ്ങിയത് ഇപ്പോഴാണെന്ന് പറയാം. അത്രയ്ക്ക് അനുഭവിച്ച് രക്ഷപ്പെടാൻ ഇനിയൊരു വഴിയുമില്ലെന്ന് കരുതിയിടത്തു നിന്നും ജീവിതം അടിമുടി മാറി. എല്ലാം ഭദ്രയുടെ വരവോടെയാണെന്ന് പൂർണ്ണമായും പറയാൻ കഴിയും. എന്താ ഇച്ചായ നോക്കുന്നേ? എന്തു പറ്റി? എന്തോ ആലോചനയിലാണല്ലോ. അതൊക്കെയുണ്ട്, നീ വാ പറയാം. എന്തേലും കഴിച്ചോ നീ? അവളോടും കുഞ്ഞിനോടുമുള്ള കരുതലോടെ അവൻ ചോദിച്ചു. അമ്മച്ചി കുറച്ചു മുൻപേ ചോറ് തന്നത്. വേണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെയും നിർബന്ധിപ്പിച്ച് കുറേ കഴിപ്പിച്ചു. അങ്ങനെ വേണം, നമ്മുടെ കുഞ്ഞിന് വിശക്കില്ലേ? അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഇനി പറ ഇച്ചായ, എന്താ പ്രശ്നം? വന്നപ്പോൾ തുടങ്ങി ആകെ ഒരു മൂഡൗട്ടാണല്ലോ. ഞാനിന്ന് ഭദ്രയെ കണ്ടു. ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അവൾക്ക് അതാരാണെന്ന് മനസ്സിലാക്കാൻ. നാളുകളായി തങ്ങളുടെ ഊണിലും ഉറക്കത്തിലും ഒരേ ഒരു പേരാണുള്ളത്, ഭദ്ര. എന്നിട്ട് ഇച്ചായനോട് മിണ്ടിയോ? എങ്ങനെ മിണ്ടും? നല്ല ദേഷ്യമായിരിക്കും ആ കൊച്ചിന്. നീ ഇവിടെ ഇരിക്ക്, ഞാൻ പറയാം എല്ലാം. ഒരുപാടുണ്ട് പറയാൻ. എബിൻ നടന്നതെല്ലാം ഒന്നുപോലും വിടാതെ അവളോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കിപ്പോഴച്ചായ സന്തോഷമായത്, മനസ്സ് നിറഞ്ഞെന്ന് പറയാം. ഇത്രയും ദിവസം എത്രമാത്രം വിഷമം മനസ്സിലുണ്ടായിരുന്നെന്നോ. എത്ര നന്ദി പറഞ്ഞാൽ തീരില്ല അവരോട്. അവരുടെ ഒരാളുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതം ഇത്രയും മെച്ചപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളെല്ലാം കാലം കഴിഞ്ഞ് സന്തോഷത്തിൻ്റെ പുതുനാമ്പുകൾ കിളർത്തു തുടങ്ങിയത്. വലിയൊരു തെറ്റിൽ നിന്ന് നമ്മുടെ ജീവിതം രക്ഷിച്ചവരാണ്. അതിലൂടെ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ മാറി. ഇച്ചായൻ പറഞ്ഞ നേരാ. അന്ന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നേൽ പിന്നീട് ഒരു പക്ഷേ സമാധാനം എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഇച്ചായനെ എൻ്റെ അടുത്ത് കാണാൻ കൂടി കഴിഞ്ഞെന്ന് വരില്ലായിരുന്നു. ഒരു കുഞ്ഞു വരുമ്പോൾ പോലും ഏറ്റവും വേദനയോടെ കടന്നു പോകേണ്ടി വന്നേനെ ആ സമയങ്ങൾ. അവൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയായതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടിയില്ല. സന്തോഷവും സമാധാനവുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നേനെ. അവൻ്റെ മനസ്സ് നിറയെ ശിവൻ ഭദ്രയെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നതായിരുന്നു. വല്ലാത്തൊരു സ്നേഹമാണ് അയാൾക്ക് അവളോടുള്ളത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റത്തിൽ നിന്നും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവളെ അയാളിൽ നിന്ന് പിരിക്കാൻ നോക്കിയിരുന്നേൽ ചിലപ്പോൾ ജീവൻ പോലും ബാക്കി വെക്കാൻ വഴിയില്ല അയാൾ. അത്രയ്ക്ക് പകയുണ്ടായേനെ. ഒരു നിമിഷം എന്തോ അന്ന് അവിടേക്ക് സാർ വന്നത് തന്നെ നന്നായി. എബിൻ്റെ നെഞ്ചൊന്ന് കിടുങ്ങി. സംഭവിക്കാൻ പോയ വലിയൊരു കാര്യത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു വന്നതിൻ്റെ നന്ദി ദൈവത്തോടും അതേസമയം ആ മനുഷ്യരോടും അവനുള്ളിലുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒന്നിനോടും ആരോടും തോന്നാത്ത ഭയമാണ് ഇന്ന് ആ മനുഷ്യരോട് മാത്രം തോന്നുന്നത്. ഭയം മാത്രമല്ല, നന്ദിയും. അധികം മിണ്ടിയിട്ടില്ലേലും ഞാൻ പറയാതെ തന്നെ എന്നെ അറിഞ്ഞതിന്, കൂടെ നിന്നതിന് ഒരിക്കലും തീരാത്ത നന്ദിയും സ്നേഹവുമാണ്. എൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിച്ച ഒരു വലിയ മനുഷ്യൻ. അങ്ങനെയാണ് അയാളെ എൻ്റെ മനസ്സിൽ. തീർത്തും ശാന്തമായ മനസ്സോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവനോട് ചേർന്ന് കിടന്നു. ഒരുപാട് നാളത്തെ സമാധാനക്കേടിനും കുറ്റബോധത്തിനും ഒടുവിൽ സന്തോഷം നിറഞ്ഞ മനസ്സും മുഖവുമായി രണ്ടുപേരും കിടന്നു. എന്നെങ്കിലും ഇനിയും അവളെ കാണാൻ അവൻ്റെ മനസ്സിലും ആഗ്രഹം തോന്നി. ഒരു സഹോദരി സ്നേഹം പോലെ എന്തോ ഒന്ന് അവളിലേക്ക് അവൻ്റെ മനസ്സടിപ്പിച്ചുകൊണ്ടിരുന്നു. കുറ്റബോധത്തേക്കാൾ ഇപ്പോൾ അവളുള്ള സ്നേഹമാണ് മുന്നിൽ നിൽക്കുന്നത്. കാറിലിരുന്ന് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായെങ്കിലും അവർ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. അവൻ എന്തൊക്കെയോ അവളോട് ചോദിക്കണമെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ എന്താ ആലോചിച്ചിരിക്കുന്നവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഇരിപ്പ് അവൻ കുറച്ചു നേരം നോക്കിയിരുന്നു. എന്താ അവളുടെ മനസ്സിലെന്ന് പൂർണ്ണമായും അറിയില്ലെങ്കിലും താൻ പേടിച്ചതുപോലെയൊന്നും സംഭവിക്കാത്തത് അവന് ആശ്വാസമായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ കണ്ടത് നന്നായെന്ന് അവനിപ്പോൾ തോന്നുന്നുണ്ട്. രണ്ടാളും തുറന്നു സംസാരിക്കുന്നതിൽ കുറച്ചൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരും. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ അവൾ തന്നെ അവനോട് സംസാരിക്കാൻ തുടക്കം കുറിച്ചു. എന്താണ്? ചോദിക്കുക. അവനും കാത്തിരുന്നത് ഇതിനു വേണ്ടിയാണ്. അവൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ വേണ്ടി. അവളോട് എന്തൊക്കെയോ അവന് ചോദിക്കാനുണ്ടായിരുന്നെങ്കിലും അവളെ കുറച്ചു നേരം വെറുതെ വിട്ടതാണ്. പറയടാ, എന്താ? എബിൻ്റെ കാര്യമാണോ? അതുമൊക്കെയുണ്ട്, പക്ഷേ ഇപ്പോൾ ചോദിക്കാൻ വന്നത് അതല്ല. അതിനേക്കാൾ മുമ്പേ എനിക്ക് മറ്റൊരു കാര്യമാണ് അറിയേണ്ടത്. അവൾ ഒരു നിമിഷം അവനെ നോക്കി.
ഞാൻ വണ്ടി ഒതുക്കാം, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അവളെ ഇടയ്ക്കിടെ നോക്കുന്നത് ആണ് അവൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കാൻ അവന് പറ്റുന്നില്ലായിരുന്നു. അവൻ വണ്ടി ഒതുക്കിയതും ഭദ്ര സീറ്റ് ബെൽറ്റ് അഴിച്ച് അവന് നേരെയിരുന്നു. അതെ, എന്നെ അന്ന് കുത്തിയ അയാളില്ലേ, അയാളെ ശിവേട്ടൻ എന്തു ചെയ്തു? ചെറിയൊരു ചിരിയോടെ അവൾ ചോദിക്കുന്നത് അവനറിയാം. എങ്ങനെയും അവൻ്റെ മനസ്സിലുള്ളത് അവൾ കുഴി തോണ്ടി പുറത്തേക്ക് ചാടിക്കുമെന്ന്. അതിനവൾക്കൊരു പ്രത്യേക കഴിവാണ്. അവളിൽ നിന്ന് അധിക നാളും അത് മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് അവനറിയാമായിരുന്നു. എന്തിനാ ഇപ്പം അയാളുടെ കാര്യം? ഇത്രയും നാളായിട്ടും നീ അതേപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ എന്തു പറ്റി? അന്ന് ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ പോലും നീ അയാളുടെ കാര്യം ഒന്നും ചോദിച്ചിട്ടില്ല. അതൊക്കെയുണ്ട്. ഇന്ന് എനിക്ക് അറിയണമെന്ന് തോന്നി. ഇത്രയും ദിവസം ഞാനത് ഓർക്കാതെ വിട്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴെന്തോ എനിക്കത് അറിഞ്ഞേ പറ്റൂ. എന്താ ശിവേട്ടൻ അയാളെ ചെയ്തത്? പറ ശിവേട്ട, എന്തു ചെയ്തു അയാളെ? അത്രയും നേരം കണ്ട മുഖമായിരുന്നില്ല ആ നിമിഷം അത് ചോദിക്കുമ്പോൾ അവൻ്റെ. പെട്ടെന്ന് മാറിയ അവൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയവൾ എന്തൊക്കെയോ പറയാനുള്ളതുപോലെ, എവിടെയോ എന്തൊക്കെയോ, എന്താണെന്നറിയില്ല. പക്ഷെ വല്ലാത്ത പക നിറഞ്ഞതുപോലെ അയാളെ കൊല്ലാനുള്ള ദേഷ്യം ഇപ്പോൾ അവൻ്റെ മുഖത്തുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാനിടയുണ്ട്. ശിവേട്ട, എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? പറ. എനിക്കറിയാം അയാളെ വെറുതെ വിടില്ലെന്ന് ശിവേട്ടൻ. ജീവനോടെ ഉണ്ടോ അതോ? പറ. അത് മാത്രം അറിഞ്ഞാൽ മതിയോ നിനക്ക്? മതി, പറ. ഉണ്ട്, ജീവനുണ്ട്. അത്രമാത്രം പറഞ്ഞവൻ അവളെ നോക്കാതെ മുന്നിലേക്ക് നോക്കിയതും അവളുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ കടന്നു വന്നിരുന്നു. അവൻ ഊന്നി പറഞ്ഞതും അവൾ ഒരു നിമിഷം അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. ശിവേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? പ്രാണൻ പറിച്ചു തരുന്നത് പോലെ. ഈ ലോകത്ത് മറ്റാർക്കും കഴിയാത്ത അത്രയും സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലേ? അവൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കി ചോദിച്ചതും അവനും തിരികെ അവളുടെ കണ്ണിലേക്ക് തന്നെ സൂക്ഷ്മമായി നോക്കി. സംശയമുണ്ടോ നിനക്ക്? ഇല്ല, ഒരിക്കലുമില്ല. എനിക്കതിൽ ഉറപ്പാണ്, 100% ഉറപ്പ്. അവൻ പെട്ടെന്ന് അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് തൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്തമർത്തി പിടിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സന്തോഷം അത്രമേൽ അവനെ കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു. ഓരോ തവണ അവൾ തന്നെ മനസ്സിലാക്കി സംസാരിക്കുമ്പോഴും സന്തോഷവും സങ്കടവുമാണ് ഒരുപോലെ വരുന്നത്. അവൻ്റെ നെഞ്ചിൻ ചൂടിൽ പതുങ്ങിക്കിടക്കുമ്പോൾ അവളുടെ ലോകം പൂർണ്ണമായും അവൻ തന്നെയായിരുന്നു. ഭദ്രയ്ക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്ന ഒരു ഗ്രഹം തന്നെയായിരുന്നു അവൻ. അവളെ സംരക്ഷിച്ച് സ്നേഹിച്ചു കൊണ്ടുപോകുന്ന ഗ്രഹം. അവളില്ലായ്മയിൽ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ലെന്ന് അവൻ ഓരോ നിമിഷവും അവൾക്ക് മുന്നിൽ തെളിയിച്ചു കൊണ്ടിരുന്നു. തന്നെ വിട്ട് ഒരിക്കലും അവൾ അകന്നു പോകുന്നത് അവന് സഹിക്കാൻ കഴിയില്ലായിരുന്നു. ഭദ്രയുടെ പ്രാണൻ ശിവൻ ഭദ്രയെ തൻ്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി തനിക്ക് നേരെ നിർത്തി. രണ്ടാളുടെയും കണ്ണുകൾ കലങ്ങിയിരുന്നു. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അങ്ങനെയാണല്ലോ പലർക്കും. എന്താ ശിവേട്ട ഇങ്ങനെ നോക്കുന്നേ? അവളെ ഒന്നാകെ വിഴുങ്ങിക്കളയും പോലെയുള്ള അവൻ്റെ നോട്ടം കണ്ടതും മുഖത്ത് വരുന്ന നാണത്തെ എങ്ങനെയൊക്കെ ഒളിപ്പിച്ചുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു. അവൻ്റെ ഓരോ നോട്ടവും അവളെ അത്രമേൽ കീഴ്പ്പെടുത്തുന്നുണ്ടായിരുന്നു. എനിക്ക് നിന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുക. എന്തേ? അവൻ്റെ കുസൃത നോട്ടവും സംസാരവും കണ്ടതും അവൾ അവൻ്റെ മൂക്കിൽ പിടിച്ചു വലിച്ചു. എന്താടി? അവന് ചെറുതായി നോവിച്ചു വിട്ടവൾ. എന്നെ കണ്ടാൽ ഓടുന്ന പെണ്ണായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ അടുത്ത് കാണിക്കുന്നത്? അതൊക്കെ പണ്ടല്ലേ. അന്ന് നോക്കിയാൽ തന്നെ പേടി തോന്നുമായിരുന്നു. ഈ മുന്നിൽ വന്ന് ഇങ്ങനെ ഇരിക്കാനോ നിൽക്കാനോ പോലും കഴിയില്ലായിരുന്നു. അത്രയ്ക്ക് ഭയം തോന്നും. അന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഈ വെട്ടുപോത്തിൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുമെന്ന്. അവൾ തന്നെ വെട്ടുപോത്തെന്ന് പറയുന്നത് കേട്ട് അവനവളെ കൂർപ്പിച്ച് നോക്കി. പക്ഷേ അവൻ്റെ മുഖത്ത് ചിരിയായിരുന്നു. ഞാൻ വെട്ടുപോത്താണോടി? അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ചോദിച്ചതും അവളൊരു ചിരിയോട്ടെ അല്ലെന്ന് തലയാട്ടി. അന്നായിരുന്നു. പക്ഷേ ഇന്നല്ല. ഇന്ന് പാവമാണ്. ഒരുപാട് സ്നേഹമുള്ള ഒരാൾ, എന്നെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരാൾ. നീ പറഞ്ഞതുപോലെ ഞാനല്പം കട്ടി തന്നെയായിരുന്നു അന്നൊക്കെ. പക്ഷേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടെ എല്ലാം മാറി. തുടക്കത്തിൽ ഒന്നും അങ്ങനെ മാറിയില്ലെങ്കിലും പതുക്കെ പതുക്കെ, അങ്ങനെ വേണം പറയാൻ. കുറച്ചുകൂടി മുന്നേ നിന്നെ കണ്ടുമുട്ടി സ്നേഹിക്കേണ്ടതായിരുന്നെന്ന് തോന്നി പലപ്പോഴും എനിക്ക്. പ്രണയം അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണെന്ന് നീ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിന്നിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. അവളുടെ കൈയെടുത്ത് തൻ്റെ ചുണ്ടിലേക്ക് അമർത്തിയവൻ അവളുടെ മുഖം ആ നിമിഷം നാണം കൊണ്ട് ചുമന്നു കയറി. അവനെ നോക്കാൻ കഴിയാതെ അവൾ മുഖം തിരിച്ചതും അവൻ അവളുടെ കവിളിൽ പിടിച്ചു. അവളെ അത്രമേൽ പ്രണയത്തോടെ അവളെ തന്നെ നോക്കിയിരുന്നു. ജീവിതത്തിൽ ഇനി എന്തൊക്കെയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊന്നും നിന്നോളം വരില്ല എനിക്ക്. അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ഞാൻ നിന്നെ. ആ സ്നേഹം എങ്ങനെ പകർന്ന് പൂർണ്ണമായും നിനക്ക് തരണമെന്ന് എനിക്കറിയില്ല ഭദ്രേ. എൻ്റെ മനസ്സിലുള്ളത് എങ്ങനെയാണ് നിന്നോട് അതേ അളവിൽ കാണിക്കേണ്ടതെന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കഴിയുന്ന പരമാവധി.
ഒരു നിമിഷം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ കുളിർന്നു. അവനെ അത്രമേൽ പ്രണയത്തോടെ അവൾ നോക്കിയിരുന്നു.